വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 12ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ കാർഷിക മേഖലയും നൂതന പ്രവണതകളും, അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ഇന്നവേറ്റീവ് ട്രെൻഡ് കേട്ടോ. 12ാമത്തെ ചാപ്റ്ററാണ്. ഇനി ഒരു ചാപ്റ്ററുടെ ഉള്ളൂ നമ്മുടെ സോഷ്യൽ സയൻസിന് കേട്ടോ. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 12 സോഷ്യൽ സയൻസ്, കാർഷിക മേഖലയും നൂതന പ്രവണതകളും, അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ഇന്നവേറ്റീവ് ട്രെൻഡ്സ്. അപ്പോൾ അതിനകത്തിൽ നോട്ട് ചെയ്യാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും. ഇത് ആദ്യത്തെ ഫസ്റ്റ് പാർട്ടാട്ടോ. നമുക്ക് ഒറ്റയടിക്ക് എന്തായാലും ഇതെല്ലാം കൂടി ഇടാൻ പറ്റത്തില്ല കുഞ്ഞില്ലേ, കാരണം മലയാളവും ഇംഗ്ലീഷും കൂടി ഉള്ളത് കൊണ്ട് അത് ടെസ്റ്റിൽ ആദ്യമേ കൊടുത്തിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് നോക്കിക്കോണം കുഞ്ഞിങ്ങളെ. അതെ, ഇതാണ് ചാപ്റ്റർ. ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിൽ മണ്ണൊക്കെ വാരി വെച്ചിരിക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തിൽ ഇവിടെ നോക്കി, ചിങ്ങം 1 കാർഷിക ദിനം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചിങ്ങം 1 കാർഷിക ദിനം. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കർഷകൻ ആണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. കൃഷി വകുപ്പ് സ്കൂളിൽ നടത്തിയ ക്ലാസ്സാണ് കൃഷി ചെയ്യാൻ എനിക്ക് പ്രചോദനമായത്. എൻ്റെ കൃഷിയിടത്തിൽ പഴങ്ങളും പച്ചക്കറികളുമുണ്ട്. സ്കൂളിൽ നിന്നെത്തി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. കൃഷിയിടം മുഴുവൻ ഞാനും അനുജത്തിയും ചേർന്ന് നനയ്ക്കും. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ആവശ്യമായ മണ്ണിര, കമ്പോസ്റ്റ് മുഴുവൻ സ്വയം നിർമ്മിക്കുന്നു. വിദ്യാർത്ഥി ജീവിതത്തിനിടയിൽ കിട്ടുന്ന ഒഴിവ് സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയുന്നു. കൃഷി എനിക്ക് സന്തോഷവും സംതൃപ്തിയും ഒപ്പം വരുമാനവും പ്രദാനം ചെയ്യുന്നു. കൃഷിയുടെ പ്രാധാന്യവും ആവശ്യകതയും ഞാൻ മനസ്സിലാക്കുന്നു എന്നത് കൃഷി വകുപ്പിൻ്റെ കുട്ടി കർഷകൻ അവാർഡ് ജേതാവായ നവീൻ ചിങ്ങം 1 കർഷക ദിനത്തിൽ സ്കൂളിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ മറുപടി പ്രസംഗമാണ് നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞത് കേട്ടോ. ഈ നവീനെ പോലെ നിങ്ങളും കൃഷി ചെയ്യാറുണ്ടോ? കൃഷിയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് എഴുതാമോ എന്നാവും നിങ്ങളെ നമ്മുടെ 1ാമത്തെ ചോദ്യം. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് പറയാൻ വേണ്ടിയാണ് അത് വായിച്ചത്, കാരണം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് അറിയണ്ടേ, അല്ലാതെ കേട്ടോ. നോക്കിയേ, ക്യാൻ യു റൈറ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ? കൃഷിയുടെ പ്രാധാന്യം അല്ലേ എന്തൊക്കെയാണെന്ന് നമ്മളോട് അവിടെ ഡോട്ട് ഇട്ട് കണ്ടോ, 3-4 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളെ കൃഷിയുടെ പ്രാധാന്യം? എന്തിനു വേണ്ടിയാ? ഫോർ ഫുഡ് അല്ലേ, നമുക്ക് ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയാണ്. ഫോർ എംപ്ലോയ്മെൻറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ്. ഫോർ എൻഷർ ഫുഡ് സെക്യൂരിറ്റി, സുരക്ഷ ഉറപ്പുവരുത്താനുണ്ട്. ഫോർ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കാനുണ്ട്. അങ്ങനെ ഒരുപാട്, നിങ്ങൾ ഒരു 3 എങ്കിലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഫോർ ഫുഡ്, ഫോർ എംപ്ലോയ്മെൻറ്റ്, ഫോർ എൻഷുർ ഫുഡ് സെക്യൂരിറ്റി, ഫോർ റോ മെറ്റീരിയൽസ്, ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി, അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കാൻ വേണ്ടി. ഇതെല്ലാം കൃഷിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ളത്. ഓക്കെ ആണല്ലോ. അതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജ് ഇതാണ്. അതായത് സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മേഖലകളിൽ ഒന്നാണ് കാർഷിക മേഖല. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖലയും ഇത് തന്നെയാണ്. ഇപ്പം കാർഷിക മേഖലയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ, അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്കിനാണോ നമ്മളോട് ചോദിക്കുന്നത് അത്രയും. ഇപ്പോൾ 1 മാർക്കിനാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് വരി മാത്രം എഴുതിയാൽ മതി അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക മേഖലയാണ്. ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ കാലിത്തീറ്റയും പ്രദാനം ചെയ്യുന്നതും കൃഷിയാണ്. ഇപ്പം മുമ്പ് നമ്മളോട് ഈ കൃഷി ചെയ്യുന്നത്, കൃഷിയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നിന്നും സെൻറ്റൻസ് എഴുതി കൂടായോ? ഏതൊക്കെയോ നിങ്ങളെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, ഒന്നാമത്തെ അല്ലേ, ഭക്ഷണം. അതുപോലെ വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ കാലിത്തീറ്റ അല്ലേ, ഇത് കൃഷിയിൽ നിന്നുമാണ്. അതുപോലെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും തൊഴിൽ നൽകുന്നതിലും കാർഷിക മേഖല മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് ആ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിനകത്ത് നിന്നും പറക്കി എഴുതാം കേട്ടോ. വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്തുകൊണ്ട് വ്യവസായങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളോട് 1 മാർക്കിന് ചോദിക്കുമോ നിങ്ങളെ, എന്താണ് ഈ അഗ്രികൾച്ചർ സെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മേഖലകളിൽ ഒന്നാണ് കാർഷിക മേഖല. അതുപോലെ ചോദിക്കാം, ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ?
ഏതാ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖല ഇപ്പം നമ്മൾ പറഞ്ഞ ഏതാ? കാർഷിക മേഖല. ഒരു മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. അഗ്രികൾച്ചർ സെക്ടറാണ് ലാർജസ്റ്റ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖല ഏതാണ്? കാർഷിക മേഖലയാണ്. 3 ഓക്കെ ആണോ? അടുത്ത 4ാമത്തെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ്, ഡി ബോക്സ് ആട്ടോ, ഡി കിടക്കുന്ന ബോക്സ്. അതായത് ആ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന കാർഷിക വിഭവങ്ങളെ നിങ്ങളുടെ വീട്ടിലോ അല്ലെ പ്രദേശത്തോ കൃഷി ചെയ്യുന്നവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ച് പട്ടികപ്പെടുത്തുക എന്നാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. എന്താ? നിങ്ങളുടെ ദിവസവും ഉപയോഗിക്കുന്ന കാർഷിക വിഭവങ്ങളെ നിങ്ങളുടെ വീട്ടിലോ പ്രദേശത്തോ കൃഷി ചെയ്യുന്നവയും നമ്മൾ കൃഷി ചെയ്യുന്നതും അതല്ലെങ്കിൽ വേറെ അല്ലേ അല്ലാത്തവയുമായിട്ടൊന്ന് തരം തിരിച്ചെഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ, ഇപ്പം ഞാൻ എഴുതി തന്നെ എഴുതണമെന്നൊന്നുമില്ല. വീട്ടിലോ പ്രദേശത്തോ കൃഷി ചെയ്യുന്ന ഇപ്പം തെങ്ങ് അല്ലേ, തെങ്ങ് എല്ലാ വീട്ടിലും, തെങ്ങില്ലാത്ത വസ്തു ഒരു അല്ലേ ഒരു 5 സെൻറ്റെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തുള്ളൊരു തെങ്ങ് കാണും അല്ലേ നമ്മുടെ അല്ലേ. കോക്കനട്ട് ഉണ്ട്, അതുപോലെ വാഴ, ബനാന പ്ലാന്റ് ഉണ്ട്, പിന്നെ റൈസ് ഇപ്പം നമ്മൾ കുറച്ചുള്ള ചിത്തോനെ അല്ലേ വയലുകളൊക്കെ ഉള്ളവർക്ക് മിക്കവാറും നമുക്ക് ചുറ്റുവട്ടം ഒക്കെ എന്താണ് നമുക്ക് അരി അല്ലേ നെല്ല് കാണാൻ പറ്റും. അതുപോലെ ഇച്ചിരിയോ ഉള്ളെങ്കിൽ നമ്മൾ എന്താ മുളകിൻ്റെ അരിയൊക്കെ നട്ട് മുളകുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലോ അല്ലെ പ്രദേശത്തോ എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് ചുറ്റുവട്ടം എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ എഴുതിയാൽ മതി. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ടൊമാറ്റോ, ചില്ലി, റൈസ്, എന്തെങ്കിലുമൊക്കെ എഴുതാം. ഇനി നോട്ട് കൾട്ടിവേറ്റഡ് ലോക്കൽ, നമ്മുടെ പ്രദേശവുമായിട്ട് ഇത് പ്രാദേശികമായിട്ട് കൃഷി ചെയ്യുന്നത്. നോട്ട് കൾട്ടിവേറ്റഡ് ലോക്കലി അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ അല്ലാതെ ഇപ്പോൾ ആപ്പിള് നമ്മുടെ ഇവിടെ കിളിക്കുമോ? ഇല്ല. ഇപ്പോൾ വളരെ റെയറായിട്ടെങ്ങാനും 1-2 പിടിക്കുന്നെങ്കിലില്ലോ. ഓറഞ്ച്, ഗ്രേപ്സ്, ഇപ്പോൾ ടീ, കോഫി, ഇതൊന്നും വലുതായിട്ട് ചിലയിടത്തൊക്കെ കാണാം. എന്നാലും വലുതായിട്ട് ഈ പറയുന്ന പോലെ തെങ്ങ്, വാഴ അങ്ങനെയൊന്നും എന്തായാലും ആപ്പിൾ, ഓറഞ്ച് ഒന്നും നമുക്ക് ചുറ്റുപാട്ടം ഇല്ല. ഉണ്ടോ? ഇല്ല. കോഫി, ടീ, ഗ്രേപ്സ് ഇങ്ങനെയുള്ളതൊന്നും വലുതായിട്ടില്ല അല്ലേ. അപ്പോൾ ഉള്ളതും ഇല്ലാത്തതും എന്താണെന്നൊന്ന് എഴുതാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ആൻസറാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം എൻ്റെ തൊട്ട് താഴെ നോക്കി ഇവിടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പുസ്തകം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാൻ വേണ്ടി ഞാനിതൊന്ന് പറഞ്ഞിട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാർഷിക വിഭവങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവയല്ലേ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാർഷിക വിഭവങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവയല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ വിളകളോ അല്ലെങ്കിൽ വിള സംവിധാനങ്ങളോ അല്ല കൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? സ്ഥലകാല വ്യത്യാസം അനുസരിച്ച് വ്യത്യസ്ത വിളകളും വിള സംവിധാനങ്ങളും തിരഞ്ഞെടുക്കുന്നതിന് കാരണങ്ങളുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ വ്യത്യസ്ത വിളകൾ വാഴ കണ്ടോ, നല്ല രീതിയുണ്ട് എല്ലാം നോക്കിയേ. വാഴകൾ, അതുപോലെ തന്നെ പാവലാണിത്. ഇപ്പം നോക്കിയേ തേയില, ഇതൊക്കെ ഓരോ പ്രദേശത്തെ അല്ലേ ഓരോ മണ്ണൊക്കെ നോക്കിയാൽ നമ്മൾ ഇപ്പം കൂടുതൽ പാറയൊക്കെ ഉള്ള സ്ഥലത്തൊന്നും ഈ പറയുന്ന പോലെ ഇതൊന്നും വാഴയും ഈ വഴുതനവും പാവലും അങ്ങനെയുള്ള ഒന്നും കിളിക്കത്തില്ല അല്ലേ. നല്ല മണ്ണുള്ളിടത്ത്, നല്ല മണ്ണായിരിക്കണം അല്ലേ. അങ്ങനെയുള്ളിടത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് കിളിക്കും അല്ലേ. ഇപ്പം തേയില അതിനുവേണ്ടി ഒരു പ്രത്യേക ക്ലൈമറ്റ് വേണം അല്ലേ. അവിടുത്തെ മണ്ണ് ഏത് രീതിയിലായിരിക്കണം. അപ്പോൾ ഇത് നോക്കി വ്യത്യസ്ത രീതിയിൽ ഉള്ളതെന്നൊന്ന് കാണിച്ചതാണ്. വ്യത്യസ്ത വിളകൾ അല്ലേ, ഡിഫറെൻറ്റ് ക്രോപ്സുകൾ. അപ്പോൾ നമ്മൾ ഇനിയും പഠിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം. നമ്മളിപ്പോൾ 3 വാഴ കാണിച്ചു, പടവലം കാണിച്ചു, തേയില കാണിച്ചു. ഇത് മൂന്ന് ക്ലൈമറ്റിലുണ്ടാകുന്ന അല്ലെങ്കിൽ വിള സംവിധാനത്തെ ഈ പല വിളകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. 4 ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അടുത്ത നമ്മളതുകൊണ്ട് എൻ്റെ തൊട്ടിപ്പുറത്ത് ഈ ഒരു ചോദ്യത്തിന് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കേട്ടോ. ഏതൊക്കെ ഘടകങ്ങളാണ്? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ മലയാളം, ഞാൻ ഇംഗ്ലീഷ് മീഡിയം എന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിലേ അതിൻ്റെ ആ മലയാളം അർത്ഥം ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ ഞാനിത് എഴുതിയേ. അത് എഴുതുന്നില്ല കാരണം ഓൾറെഡി എല്ലാവരുടെയും പുസ്തകത്തിൽ ഉണ്ട്. എന്നാലും അതിൻ്റെ അർത്ഥം അറിയണ്ടായോ, അതിനു വേണ്ടിയാണ് ഞാനിത് മലയാളം ഇംഗ്ലീഷും കൂടി എഴുതിയേക്കുന്നത്. നോക്കിക്കേ ഇംഗ്ലീഷ് മീഡിയക്കാരെ അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കണേ നിങ്ങളെ. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോപ്പിംഗ് സിസ്റ്റം. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇത് 6 ഉണ്ട്. നല്ല പ്രധാനപ്പെട്ട 6 ഒന്നാമത്തത് നാച്ചുറൽ ഫാക്ടേഴ്സ്, പ്രകൃതിദത്ത ഘടകങ്ങൾ വേണം. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോപ്പിംഗ് സിസ്റ്റം. അതിലൊന്നാമത്തെയാണ് നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്രകൃതിദത്ത ഘടകങ്ങൾ. ഏതൊക്കെയാ? ഒന്ന് നേച്ചർ ഓഫ് സോയിൽ, അതിൻ്റെ സബ് ഘടകങ്ങൾ ഫാക്ടേഴ്സാണ് അതിൻ്റെ കേട്ടോ.
മനസ്സിലാക്കണേ. ഇത് നാച്ചുറൽ നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട് കണ്ടോ. അതിൻ്റെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കൂടെ എഴുതിയതാണ്. നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്രകൃതിദത്ത ഘടകങ്ങൾ. അതിലൊന്നാമത്തെ നേച്ചർ ഓഫ് സോയിൽ എന്ന് വെച്ചാൽ മണ്ണിൻ്റെ സ്വഭാവം അറിയണം. പിന്നെ ടോപ്പോഗ്രഫി, അവിടുത്തെ ഭൂമിയുടെ ഭൂപ്രകൃതി. പിന്നെ ക്ലൈമറ്റ്, കാലാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ഓരോ കൃഷിയും ചെയ്യുന്നത്. പിന്നെ ജലലഭ്യത അല്ലേ, ജലത്തിൻ്റെ ലഭ്യത എന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ആ 4 പോയിന്റ് ഓർത്ത് വെച്ചേക്കണേ. നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്രകൃതിദത്ത ഘടകങ്ങൾ. ഒന്നാമത്തത് നേച്ചർ ഓഫ് സോയിൽ എന്ന് വെച്ചാൽ മണ്ണിൻ്റെ സ്വഭാവം. ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ ഭൂപ്രകൃതി കേട്ടോ. ക്ലൈമറ്റ്, കാലാവസ്ഥ. അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ജലത്തിൻ്റെ ലഭ്യത. മനസ്സിലായോ? 4 നല്ലപോലെ നോക്കണേ, കാരണം ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത രണ്ടാമത്തത് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ സാമ്പത്തിക ഘടകങ്ങൾ. പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, ഫാർമേഴ്സ് ഇൻകം, ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഹെൽഡ്. പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക വിഭവങ്ങളുടെ വില അറിയണം കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് നട്ട് എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ വില നിലവാരം അറിയണ്ടായോ? അതൊക്കെ എക്കണോമിക് ഫാക്ടേഴ്സിലാണ് വരുന്നത് കേട്ടോ. നാച്ചുറൽ ഫാക്ടേഴ്സിൽ അവിടുത്തെ മണ്ണ് എങ്ങനെയാ, വെള്ളം കിട്ടുന്നുണ്ടോ, പിന്നെ കാലാവസ്ഥ എങ്ങനെയാ, ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് നാച്ചുറൽ ഫാക്ടേഴ്സിലാണ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ വില നിലവാരം, കർഷകരുടെ വരുമാനം എന്തൊക്കെ കിട്ടും, ഈ കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതി എത്ര, അങ്ങനെയൊക്കെ അളവും കാര്യങ്ങളും എല്ലാം അറിയുന്ന ഏതിലാണ്? എക്കണോമിക് ഫാക്ടേഴ്സിലാണ്. ഇച്ചിരി കഴിയുമ്പോൾ ഇതിനകത്ത് ഇത് ചോദ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഒരു കാർഷിക വിഭവങ്ങളുടെ വില, അതുപോലെ തന്നെ കർഷകരുടെ വരുമാനം എത്ര, കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതി എത്ര, ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഹെൽഡ്, ഫാർമേഴ്സിൻ്റെ ഇൻകം, പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, ഇതെല്ലാം എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഓക്കെ ആണോ? അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളുടെ ഈ ടെസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും അറിയണമെങ്കിൽ അർത്ഥമൊക്കെ അറിയണേ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട്. നമ്മളിപ്പോൾ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടോ, അതോ ചുമ്മാതെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് നട്ട് വെക്കുവാണോ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറിഗേഷൻ, ജലസേചനമുണ്ടോ, ഇലക്ട്രിസിറ്റി, അവിടെ വൈദ്യുതി ഉണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, സാധനമെല്ലാം ആയിക്കഴിഞ്ഞാൽ അത് പോകാനും വരാനുമുള്ള ഗതാഗതമുണ്ടോ, മാർക്കറ്റിംഗ് ഫെസിലിറ്റി, ഇത് വിൽക്കാനോ വാങ്ങാനോ ഒക്കെയുള്ള വിപണി സൗകര്യമുണ്ടോ, വിത്തുകൾ, വിളകൾ, കീടനാശിനികൾ എന്നിവയുടെ ലഭ്യത, അവൈലബിലിറ്റി ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്. ഇതൊക്കെ എന്തിലാണ്? ഇൻഫ്രാസ്ട്രക്ചറിലാണ്. എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് നാച്ചുറൽ ഫാക്ടർ എന്ന് വെച്ചാൽ, നാച്ചുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റും ടോപ്പോഗ്രഫിയും സോയിലും ഒക്കെ എങ്ങനെയാണെന്ന് അറിയുന്നതാണ്. എക്കണോമിക് എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് അവിടെ കർഷകർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ വരുമാനമുണ്ടോ, അവർക്ക് കൃഷിഭൂമിക്ക് എത്ര ഉണ്ട്, കാർഷിക വിഭവങ്ങളുടെ എത്ര, അങ്ങനെയൊക്കെ അറിയുന്നതെല്ലാം എക്കണോമിക്കിലാണ്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളമുണ്ടോ, ഈ സാധനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകാനുള്ള വണ്ടിയുണ്ടോ, അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തിരക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇനി സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. 4മത്തത് സാമൂഹിക ഘടകങ്ങൾ. അതിനകത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ വരുന്നത്? ഡയറ്റ്. സാമൂഹിക ഘടകങ്ങളിനകത്തിലാണ് ഈ ഡയറ്റ് എന്ന് വെച്ചാൽ ഭക്ഷണ രീതി, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, സോഷ്യൽ എൻവയോൺമെൻറ്റ്, സാമൂഹിക പരിസ്ഥിതി, ജനറേഷണൽ ഡിഫറൻസ് ഇൻ അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, ഈ കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം. ജനറേഷണൽ ഡിഫറൻസ് ഇൻ അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം. ഇങ്ങനെയുള്ള എല്ലാം സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. മനസ്സിലാക്കണേ. നമ്മളിപ്പോൾ 4 ഫാക്ടേഴ്സ് പഠിച്ചു: എക്കണോമിക്, നാച്ചുറൽ, ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ. ഓക്കെ ആണോ? സോഷ്യൽ എന്തൊക്കെയാണ് വരുന്നത്? ഭക്ഷണ രീതി, വിദ്യാഭ്യാസം, സാമൂഹിക പരിസ്ഥിതി, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ഏതാ? സോഷ്യൽ ഫാക്ടേഴ്സിലാണ്. ഇനി ഗവൺമെൻറ് പോളിസി. 5മത്തത് ഗവൺമെൻറ് പോളിസി എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ക്രോപ്സ്. നമ്മളിപ്പോൾ വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, പിന്നെ അതിൻ്റെ ടാക്സേഷൻ അല്ലേ, നികുതി കൊടുക്കുന്നത്, അവൈലബിലിറ്റി ഓഫ് ലോൺ, ഇനി എന്തെങ്കിലും വായ്പാ ലഭ്യത വല്ലതും വേണമെങ്കിൽ, സബ്സിഡി വല്ലതും വേണമെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് പോളിസീസിലാണ് കേട്ടോ. വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, അവൈലബിലിറ്റി ഓഫ് ലോണ്, പിന്നെ സബ്സിഡി അല്ലേ, ടാക്സ്, ഇതെല്ലാം ഇതിലാണ് ഗവൺമെൻറ് പോളിസീസിലാണ് വരുന്നത്. ഇനി അതിനകത്തിൽ ഒരെണ്ണം കൂടെ പറയുന്നുണ്ടോ നിങ്ങൾ? ഏതാണെന്നറിയോ? ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ സാങ്കേതിക ഘടകങ്ങൾ. അതിൽ ടെക്നോളജിയിൽ വരുന്നതാണ് ഹൈ ഈൽഡിങ് സീഡ് വെറൈറ്റീസ് എന്ന് വെച്ചാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിൽ നിന്ന്
അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ഹൈ ഈൽഡിങ് സീഡ്സ് വെറൈറ്റീസ്, പിന്നെ സയൻറ്റിഫിക് ഇറിഗേഷൻസ്, യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി, ശാസ്ത്രീയമായ ജലസേചനം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇതെല്ലാം ഏതിലാ? സയൻറ്റിഫിക് ഇറിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയപരമായ ജലസേചനം വേണം. പിന്നെ യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ 6 അതായത് നമ്മുടെ വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 6 കാര്യങ്ങളുണ്ട്. പ്രകൃതിദത്തം നാച്ചുറലാണോ, സാമ്പത്തികം എക്കണോമിക്കാണോ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറാണോ, പിന്നെ സാമൂഹികം സോഷ്യൽ അല്ലേ, സർക്കാർ ഗവൺമെൻറ്റിൻ്റെ പോളിസി, സാങ്കേതിക ഘടകങ്ങൾ എന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ 6 ഫാക്ടേഴ്സ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഓക്കെ ആണോ? ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കിയോ നിങ്ങളിവിടെ, വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എല്ലാ പ്രദേശത്തും ഒരുപോലെയല്ല വിതരണം ചെയ്തിരിക്കുന്നത്. ആണോ? എല്ലാ പ്രദേശവും ഒരുപോലെയാണോ? അല്ല. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത വിള സംവിധാനങ്ങൾ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. സാമൂഹിക ഘടകങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, സോഷ്യൽ ഫാക്ടേഴ്സ്, സാങ്കേതിക ഫാക്ടേഴ്സ്, ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് പോളിസീസ്, അവിടുത്തെ ക്ലൈമറ്റ്, കർഷകരുടെ വരുമാനം, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മളവിടെ ഫില്ല് ചെയ്യണം അല്ലേ. ശാസ്ത്രീയമായ ജലസേചനം, നികുതി, പ്രകൃതിദത്ത ഘടകങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവിടം നമ്മുടെ മേളിൽ തന്നിട്ടുണ്ട്. അത് ഇതിനകത്തിൽ ഏത് വരും? അപ്പം നമ്മൾ ഈ പഠിച്ച രീതി വെച്ചാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. സാമൂഹിക കാര്യത്തിലാണ് എഡ്യൂക്കേഷൻ വരുന്നത്, വിദ്യാഭ്യാസം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് ഫില്ല് ചെയ്യണം. ഓക്കെ നിങ്ങളെ, സാമൂഹിക ഘടകങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സിനകത്തുള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വരുന്നത് കേട്ടോ. പ്രകൃതിദത്ത ഘടകങ്ങൾ നാച്ചുറൽ ഫാക്ടേഴ്സിലാണ് കാലാവസ്ഥ അല്ലെ ക്ലൈമറ്റ് വരുന്നത്. സാങ്കേതിക ഘടകങ്ങൾ അല്ലെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിലാണ് ഹൈ ഈൽഡിങ് സീഡ് വെറൈറ്റി, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വരുന്നത്. എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെ സാമ്പത്തിക ഘടകങ്ങളിലാണ് ഫാർമേഴ്സിൻ്റെ ഇൻകം, കർഷകരുടെ വരുമാനം വരുന്നത്. സർക്കാർ നയങ്ങൾ അല്ലെ ഗവൺമെന്റിന്റെ പോളിസീസിലാണ് വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ക്രോപ്സ്. ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അത് ഞാൻ നേരിട്ട് ആണെങ്കിൽ എഴുതിയേക്കാം, അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ. ഏതാണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ, സർക്കാർ നയങ്ങൾ ഗവൺമെന്റ് പോളിസീസ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ക്രോപ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ് സാമ്പത്തിക ഘടകങ്ങളിനകത്തുള്ള ഫാർമേഴ്സിന്റെ ഇൻകം, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെ സാങ്കേതിക ഘടകങ്ങളിനകത്തിലാണ് ഹൈ ഈൽഡിങ് സീഡ് വെറൈറ്റീസ്, പ്രകൃതിദത്ത ഘടകങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഫാക്ടേഴ്സിലാണ് ക്ലൈമറ്റ് അല്ലെ കാലാവസ്ഥ, സാമൂഹിക ഘടകങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സിലാണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം വരുന്നത്. ആ 6 പോയിന്റ് ഇപ്പം നമ്മൾ പഠിച്ച 6 എണ്ണത്തിൽ അത് ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത നമ്മൾ ഇനിയും വിള സംവിധാനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അടുത്ത നമ്മുടെ 7ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ, ക്രോപ്പിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് കേട്ടോ. വിള സംവിധാനങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, റബ്ബർ കൃഷിയെക്കുറിച്ചും ഒക്കെ. അപ്പോൾ നമ്മളത് എന്താണെന്ന് നമുക്ക് നോട്ട്സ് ഉണ്ട്, നിങ്ങൾ നോക്കണേ. ഒന്നാമത്തത് ക്രോപ്പിംഗ് സിസ്റ്റം. ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ചും കേട്ടോ, നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണെന്നൊക്കെ ഓരോന്നും ഘട്ടഘട്ടമായിട്ടാണ്. 7ാമത്തെ ചോദ്യമാണ് ക്രോപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വിള സംവിധാനങ്ങൾ എന്നാൽ എന്താണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ 2 പുറം എഴുതിയോണ്ട് സ്കെച്ചിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ പതിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. ഈ പേപ്പർ അപ്പുറം ഇപ്പുറവും നമ്മൾ ഒറ്റ പുറത്ത് മാത്രമായിരുന്നു എഴുതിയത്. ഞാനപ്പം ഒരുപാട് പേപ്പർ അപ്പം ആവുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, 2 പുറവും എഴുതി. അപ്പം നോക്കിക്കേ, അത് പതിഞ്ഞിട്ടുണ്ട്, എന്നാലും കാണാൻ പറ്റുമെന്നാണ്. നോക്കിക്കേ, ക്രോപ്പിംഗ് സിസ്റ്റം, വിള സംവിധാനങ്ങൾ. ക്രോപ്പിംഗ് സിസ്റ്റം റെഫേഴ്സ് ടു ദ സീക്വൻസ് ഓഫ് ക്രോപ്സ് ഗ്രോൺ ഓൺ എ ഫാം ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. Cropping system can be classified into 3 categories: monocropping, polycropping. ആ പേരൊന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. റട്ടൂൺ കൃഷി എന്നാണ് കേട്ടോ, റട്ടൂൺ ക്രോപ്പിംഗ്. റട്ടൂൺ, അതിൻ്റെ താഴെ മലയാളം കിടപ്പുണ്ട്. ആ പേരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നില്ലേ കേട്ടോ. അപ്പം നോക്കിക്കേ, ക്രോപ്പിംഗ് സിസ്റ്റം റെഫേഴ്സ് ടു ദ സീക്വൻസ് ഓഫ് ക്രോപ്സ് ഗ്രോൺ ഓൺ എ ഫാം ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ് വിള സംവിധാനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവ്, നമ്മൾ പറയത്തില്ല ഈ 6 മാസ ചീനി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 6 മാസ ചീനി, അല്ലെങ്കിൽ ഒരു ഇഞ്ചിയൊക്കെ നടുമ്പോഴേ, ഇഞ്ചി അതുപോലെ ചേന, ഇതൊക്കെ നടുന്നതിൻ്റെ ഒരു കാലാവധിയുണ്ട്. ഇത്ര നാൾ കഴിയുമ്പം അത് വിളയും. ഇപ്പം 6 മാസ ചീനി എന്നൊക്കെ പറയും, ഇപ്പം എന്നും ചീനിയല്ലയോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമുക്കത് നമ്മളൊന്നും കൃഷി ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അറിയാത്തതാണ് അല്ലേ. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ ഒരു നിശ്ചിത കാലയളവ്, ഇപ്പോൾ 6 മാസം കൊണ്ട് അത് വിളയും അല്ലെ. വാഴയൊക്കെ നടുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഇന്ന ഓണം ആകുമ്പോഴത്തേക്ക് അത് വിളയും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തിന് പറയുന്ന കുഞ്ഞുങ്ങളെ വിള സംവിധാനം എന്ന് പറയുന്നത്. ഈ സംവിധാനത്തെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? മോണോക്രോപ്പിംഗ്. മോണോ എന്ന് വെച്ചാൽ ഏകം, ഒന്നെന്നാട്ടോ. മോണോയുടെ അർത്ഥം എന്താ? ഒന്ന് അല്ലെ ഏകം. ഏക വിള കൃഷിക്കാണ് മോണോക്രോപ്പിംഗ് എന്ന് പറയുന്നത്. പോളി ക്രോപ്പിംഗ് ഉണ്ട്. പോളിയല്ല, പോളി ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ ബഹുവിള കൃഷി. പിന്നോ റട്ടൂൺ കൃഷി, റട്ടൂൺ ക്രോപ്പിംഗ്. വെറൈറ്റി പേരല്ലേ റട്ടൂൺ, ഇല്ലയോ? ഓക്കെ, അതാണ് നമ്മുടെ. അപ്പം ക്രോപ്പിംഗ് സിസ്റ്റത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഈ മോണോക്രോപ്പിംഗ് എന്ന് വെച്ചാൽ? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മോണോക്രോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്. നിങ്ങൾ അതിനകത്തിൽ നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ. ഇതിനകത്ത് പല സ്റ്റെപ്പിലുള്ള പിള്ളേരല്ലേ ഇല്ലേ, പല ഓരോ ഘട്ടങ്ങൾ. അത് മോണോക്രോപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒട്ടും പഠിക്കാൻ ഒരിക്കലും വയ്യായെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് 1ാമത്തെ വരി പഠിക്കണം, ഇച്ചിരിയും കൂടെ ഉള്ളൊരു 2ാമത്തെ കേട്ടോ. അങ്ങനെ, കാരണം ഈ സെൻറ്റൻസുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. മോണോക്രോപ്പിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഗ്രോവിങ് വൺ ക്രോപ്പ് അറ്റ് എ ടൈം ഓൺ എ ഫാം കുഞ്ഞുങ്ങളെ. അതായത് ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള മാത്രം, ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി എന്ന് പറയുന്നത്. മോണോക്രോപ്പിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഗ്രോയിങ് വൺ ക്രോപ്സ് അറ്റ് എ ടൈം ഓൺ എ ഫാം. ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്തൊറ്റ വിള കൃഷി ചെയ്യുന്ന രീതിക്കാണ് ഏകവിള കൃഷി. ഈ ക്രോപ്പിംഗ് സിസ്റ്റം മെയിൻലി എയിം ചെയ്തിരിക്കുന്നത് എവിടെ? അറ്റ് എക്സ്പോർട്ട് ചെയ്യാനാണ്. ഇത് പ്രധാനമായിട്ടും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള വിള സംവിധാനമാണ്. കയറ്റുമതി അല്ലേ, നല്ല സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യില്ലേ ചെയ്യുന്നത് അല്ലയോ. ദിസ് ഈസ് എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ അതും കൊണ്ട് ഇങ്ങോട്ട് നാട്ടിലോട്ട് വരുന്നു ഇല്ലയോ. അങ്ങനെയല്ലേ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും അല്ലേ കുഞ്ഞുങ്ങളെ, കാഷ്യൂനട്ട് അല്ലേ, അതൊക്കെ ബദാം പരിപ്പും ഒക്കെ. ബദാം പരിപ്പ് നമുക്കില്ലെന്ന് തോന്നുന്നു, എന്നാലും അല്ലേ കാഷ്യൂനട്ടൊക്കെ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം നല്ലതെല്ലാം അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലോട്ട് ഇടും. എന്നിട്ട് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പം ഇതും കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അല്ലേ. അങ്ങനെയല്ലയോ. ഓക്കെ, മോണോക്രോപ്പിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഗ്രോവിങ് വൺ ക്രോപ്സ് അറ്റ് എ ടൈം ഓൺ എ ഫാം. ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി എന്ന് പറയുന്നത്. ഈ ക്രോപ്പിങ്ങിന് സിസ്റ്റം പ്രധാനമായിട്ടും അവർ ലക്ഷ്യമാക്കുന്നത് പ്രധാനമായിട്ടും കയറ്റുമതിയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. കയറ്റുമതി, എക്സ്പോർട്ടാണ്. ഇനി സിൻസ് ദർ ഈസ് ഓൺലി വൺ ക്രോപ്പ്, പ്ലാന്റിങ്, മെയിൻ്റനൻസ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ക്യാൻ ബി ഡൺ സ്മൂത്ത്ലി. എന്ന് വെച്ചാൽ ഒരു വിള മാത്രമായതിനാൽ നടീൽ, പരിപാലനം, വിളവെടുപ്പ് എന്നിവ നല്ല സ്മൂത്തായ രീതിയിൽ നടക്കാൻ സാധിക്കും. കാരണം ഒരെണ്ണേ ഉള്ളൂ അല്ലേ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എന്താണ്? സിൻസ് ദെയർ ഈസ് ഓൺലി വൺ ക്രോപ്സ്, ഒരു ഒറ്റ വിള മാത്രമായതുകൊണ്ട് പ്ലാന്റിങ് ആയാലും മെയിൻ്റനൻസ് ആയാലും പരിപാലനമായാലും ഹാർവെസ്റ്റിങ് അതിൻ്റെ വിളവെടുപ്പായാലും എന്താ നമുക്ക് ഡൺ സ്മൂത്ത്ലി ആയിരിക്കും, നല്ല സുഗമമായിട്ട് അത് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് മെയിൻ അഡ്വാൻറ്റേജ്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രധാന നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫാം. എന്താ? കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. നമ്മൾ പഠിക്കുന്നത് മോണോക്രോപ്പാണ്. മോണോക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ആ പേര് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ, കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഇവിടെ ഒരു വിള മാത്രമായതുകൊണ്ടേ നമുക്കത് നടാനും അതിന് വെള്ളം ഒഴിക്കാനും അവിടെ വിളവെടുപ്പ് നടക്കാനും ഒക്കെ നല്ല സ്മൂത്തായിട്ട് അല്ലെ സുഗമമായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഈ കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതാണ് അല്ലേ, ഒരെണ്ണം മാത്രമേ ഉള്ളതുകൊണ്ട് കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്നത്. മോണോകൾച്ചർ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ കേട്ടോ. മോണോകൾച്ചർ എന്ന് വെച്ചാൽ ഏകവിള എന്ന് പറയുന്നത് ഈ പെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, കീടങ്ങളില്ലേ ഇല്ലേ, കീടബാധയുടെ സാധ്യത ഇൻഫെസ്റ്റേഷൻസ് ഇൻക്രീസ് ആക്കാൻ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി മോണോക്രോപ്പിന് എക്സാമ്പിൾ ഒന്നൊരു 3 പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. റബ്ബർ, ടീ, കസാവ, ഇതെല്ലാം എന്താണ്? മോണോക്രോപ്സിന് എക്സാമ്പിളാണ്.
അപ്പം മോണോക്രോപ്സ് എന്നാൽ എന്തെന്ന് നോക്കണേ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വായിക്കുന്ന മനസ്സിലായില്ലെങ്കിലും നമ്മുടെ നോട്ട്സ് എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ട് അല്ലേ. ഇത് ഒരുപാട് ട്യൂഷൻ പഠിപ്പിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഞാൻ കമൻറ്റ് കാണുന്നുണ്ടോ നിങ്ങളെ. എന്തെങ്കിലും ആട്ടെ കേട്ടോ. നമ്മൾക്ക് ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്നത് ഞാനും ഒരുപാട് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ വയ്യാത്തതും ഒക്കെ ഞാനും നെറ്റിലൊക്കെ യൂട്യൂബിലും ഗൂഗിളിലൂടെയൊക്കെ നോക്കി ഞാനും സെർച്ച് ചെയ്തൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നോട്ട് പുതിയതായിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. കാരണം പെട്ടെന്നൊരു സെൻറ്റൻസ് അതിൻ്റെ അർത്ഥം ഉൾപ്പെടെ എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പമല്ലേ. അപ്പോൾ ഇവിടെ മോണോക്രോപ്പിംഗ് ഏകവിള കൃഷിയെക്കുറിച്ചാണ് നിങ്ങളെ നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ ബഹുവിള കൃഷി. മോണോ എന്ന് വെച്ചാൽ ഒന്നാണ്, ഏകം എന്നാന്ന് പറഞ്ഞു. അപ്പം മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് അല്ലേ, രണ്ടോ അതിലധികമോ ആണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഈസ് എ ക്രോപ്പിംഗ് സിസ്റ്റം ഇൻ വിച്ച് 2 or more crops are cultivated on a single plot of land without affecting the natural fertility of the soil. ഈ മൾട്ടിപ്പിൾ ക്രോപ്സിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഏതൊക്കെയാണ്? മിക്സഡ് ക്രോപ്പിംഗ്, മൾട്ടി ടയർ ക്രോപ്പിംഗ്, ഇൻ്റർ ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷന്, സീക്വൻസ് ക്രോപ്പിംഗ്, അതുപോലെ തന്നെ റിലേ ക്രോപ്പിംഗ്. ഇങ്ങനെ ഒരു കുറേ തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു 6 എണ്ണമായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബഹുവിള കൃഷി എന്നാൽ എന്താണ് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരെന്താ? പോളി ക്രോപ്പിംഗ് എന്നർത്ഥമുണ്ട് കേട്ടോ. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്നാൽ എന്താണ്? മൾട്ടിപ്പിൾ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം 2 അതിൽ കൂടുതലോ വിളകളുള്ളതാണ് അല്ലേ. അതായത് ഇത് ഇംഗ്ലീഷ് കണ്ടോ നിങ്ങളെ? ഇംഗ്ലീഷ് അതിൻ്റെ മലയാളം നട ഞാൻ പറയുന്നുണ്ട്. ബഹുവിള കൃഷി എന്നാൽ എന്താണ്? മണ്ണിൻ്റെ സ്വാഭാവിക ഫലപുഷ്ടതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ 2 അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണ് ബഹുവിള കൃഷി എന്ന് പറയുന്നത്. ഈ കൃഷിയിടത്തിൽ നിന്നുള്ള മൊത്ത ഉൽപാദനവും അതിലൂടെ വരുമാനവും വർദ്ധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. ബഹുവിള കൃഷി എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ മിശ്രവിള, ഇടവിള, തുടർച്ചാ കൃഷി, റിലേ ക്രോപ്പിംഗ്, ബഹുനില കൃഷി, വിളപരിയം ഇതെല്ലാം മൾട്ടിപ്പിൾ ക്രോപ്സ് അല്ലെങ്കിൽ ബഹുവിളക്കത്തിൽ വരുന്നതാണ്. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ? നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുവിള കൃഷി എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ്. കണ്ടോ, ഇതിൻ്റെ എല്ലാം മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഉണ്ടല്ലോ. അടുത്ത 10ാമത്തേതാവും നിങ്ങളെ. നമ്മൾ പറഞ്ഞു 3ാമത്തെ ഏതാ? റട്ടൂൺ ക്രോപ്പിംഗ് അല്ലേ. അടുത്ത 3ആയിട്ട് തിരിച്ചിട്ടുണ്ടേ, പഠിച്ചോണേ. അതായത് നമ്മുടെ വിള സംവിധാനം, വിളകളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വിള സംവിധാനങ്ങൾ ഏകവിള കൃഷി അല്ലെങ്കിൽ മോണോ ക്രോപ്പിംഗ് കേട്ടോ. മോണോ, പിന്നെ അല്ല ബഹു എന്ന് വെച്ചാൽ മൾട്ടിപ്പിള്, 3ാമത്തെ റട്ടൂൺ ക്രോപ്പിംഗ്. ഇംഗ്ലീഷ് മീഡിയക്കാരുടെ കയ്യിലുണ്ടല്ലോ എന്തോ ഈ റട്ടൂൺ ക്രോപ്പിംഗ്. നമ്മൾ വിളവെടുപ്പ് സമയത്ത് എല്ലാം നല്ലപോലെ വിളവെടുപ്പ് സമയമാവുന്നുണ്ട്. ആ സമയത്ത് ഈ വിളയുടെ വേരോ അതിൻ്റെ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു. മനസ്സിലായോ? നമ്മൾ വിളവ് എടുക്കുന്ന സമയത്ത് ആ വിളയുടെ വേരോ അതിൻ്റെ താഴത്തെ ഏതെങ്കിലും ഒരു ഭാഗമോ മുറിക്കാതെ അവിടെ അവശേഷിപ്പിക്കുന്നു. ഈ വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവ് നമുക്ക് തരുന്നുണ്ട്. ഒരു തവണ കൃഷി ചെയ്തതിൽ നിന്നും വീണ്ടും നമ്മളിങ്ങനെ വിളവെടുക്കുന്നതാണ് ഇതിൻ്റെ നേട്ടം. അതായത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, ചീര അല്ലേ. ചീരയെന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? നമ്മൾ ചീര ഇങ്ങനെ നല്ലപോലെ എല്ലായിടവും പാകി കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അതിൻ്റെ മണ്ട അല്ലേ ഒരു പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് എടുക്കും അല്ലേ. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ചെന്ന് നോക്കിയേ, നമ്മൾ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ അത് പൊട്ടിക്കിളിച്ച് വീണ്ടും അവിടെ അത്രയും തന്നെ കിളിച്ചിരിക്കുന്നതാണ് അല്ലേ. അതാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചീര? കേട്ടോ, ചീര കൃഷി കേട്ടോ, നമ്മുടെ ഈ ഇടവിള. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ചീരയാണ് കേട്ടോ. അപ്പോൾ റട്ടൂൺ കൃഷി എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം നമ്മൾ അതിൻ്റെ കുറച്ച് മാത്രം മുറിച്ചെടുത്തത് ബാക്കി അവിടെ നിൽപ്പുണ്ട്. അത് വീണ്ടും കിളിക്കുന്നു, വീണ്ടും നമ്മൾ കട്ട് ചെയ്തോട്ട് പോയിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യും? നമുക്ക് വിളവ് തരുന്നതിനെ എന്ത് പറയുന്നത്? റട്ടൂൺ കൃഷി എന്ന് പറയുന്നത് കേട്ടോ. നമ്മളോട് ഞാനിത് എഴുതിയില്ലോ, നിങ്ങളെ ചോദിക്കും എന്താണ് ഈ മിക്സർ ക്രോപ്പിംഗ് എന്നൊക്കെ ചോദിക്കും. ഞാനത് എഴുതിയില്ല. അതായത് ഇംഗ്ലീഷ് മീഡിയക്കാരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയോ നിങ്ങളെ, എന്താണ് ഈ മിശ്രവിള എന്ന് വെച്ച് കഴിഞ്ഞാൽ? നമ്മുടെ കൃഷിഭൂമിയിൽ ഒരേ സമയം 2 അതിലധികമോ വിളകൾ നടിയിൽ അകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് മിശ്രവിള എന്ന് പറയുന്നത്. ഈ വരണ്ട പ്രദേശങ്ങളിലാണ് ഈ കൃഷിരീതി കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പ്രതികൂല കാലാവസ്ഥ മൂലം ഒരു വിളയുടെ വിളവ് മോശമായാലും മറ്റു വിളകളിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉദാഹരണം ചോളം, നിലക്കടല, തെങ്ങ്, തുവര ഇങ്ങനെയൊക്കെ ഉള്ളതല്ല. ചോളം, നിലക്കടല, തെങ്ങ്, തുവര ഇതൊക്കെ
ഇതൊക്കെ ഇതിന് മിശ്രവിള. ഇപ്പം തെങ്ങ് നടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുമര, ചോളം നടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിലക്കടല, ഇങ്ങനെയൊക്കെ നടുന്നുണ്ട്. മിശ്രവിള, മിക്സഡ് കേട്ടോ, മിക്സ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഒന്ന് പോയാലും മറ്റേത് നമുക്ക് കിട്ടും കേട്ടോ, മനസ്സിലായോ? ഇനി ഇടവിള എന്ന് വെച്ചാൽ ഇൻ്റർ ക്രോപ്പിംഗ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർമ്മയുണ്ടോ? കൃത്യമായ വരികളിൽ നടുന്ന പ്രധാന വിളയുടെ 2 വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണ് ഈ ഇടവിള. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലേ, ഇൻ്റർ ക്രോപ്പിംഗ്, ഇടയ്ക്ക് കയറ്റി നമ്മളിങ്ങനെ നടുന്നത് അല്ലേ. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. കളകളുടെയും കീടനാശിനികളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായ രീതിയാണ് ഇത്. ഉദാഹരണത്തിനായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ സംവിധാനം വളർത്തുന്ന പരുത്തിയുടെ ഇടവിളയായി നമ്മൾ നിലക്കടല കൃഷി ചെയ്യുന്നു. തെങ്ങിന് ഇടവിളയായിട്ട് നമ്മൾ വാഴ കൃഷി ചെയ്യുന്നു. ഇതെല്ലാം ഇടയ്ക്ക് കയറ്റി നടന്നതാണ്. തെങ്ങ് നട്ട് ഇവിടെ പടം എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ടോ? തെങ്ങ് നട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ വാഴ നിൽക്കുന്നത്? അതുപോലെ ഇവിടെ നോക്കിയേ, ചോളം നട്ടിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നിലക്കടലയും നിൽപ്പുണ്ട്. മനസ്സിലായോ? അതാണ് ഓരോന്ന് ഇടവിള. അതിൻ്റെ എല്ലാം വലത്തുവശത്ത് അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് സീക്വൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ ഉണ്ടത് സീക്വൻസ് ഉണ്ട് അല്ലേ. തുടർച്ചാ കൃഷി എന്ന് വെച്ചാൽ എന്താ? വിളവെടുപ്പിന് ശേഷം ഈ കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ഈർപ്പം, പോഷകങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് വലിയ മുന്നൊരുക്കങ്ങളില്ലാതെ അതേ കൃഷിയിടത്തിൽ മറ്റൊരു ഹ്രസ്വകാല കൃഷി ചെയ്യുന്നതിനെ തുടർച്ചാ കൃഷി എന്ന് പറയുന്നു. കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. അതിൻ്റെ ഉദാഹരണം വെച്ചാൽ നെൽപ്പാടങ്ങളിൽ പ്രധാന വിളയായ നെല്ലിന് ശേഷം പയർ അല്ലെങ്കിൽ എള്ള് കൃഷി ചെയ്യുന്നു. നമ്മൾ ഈ നെല്ലൊക്കെ എടുത്തതിന് ശേഷമേ അതിൻ്റെ നെല്ല് നമ്മൾ ഹാർവെസ്റ്റ് എല്ലാം എടുത്തതിന് ശേഷം പയർ അല്ലെങ്കിൽ എള്ള് അവിടെ നടുന്നു എന്നുള്ളതാണ് കേട്ടോ. സീക്വൻസ് ആണ് തുടർച്ചാ കൃഷി. ഇനി റിലേ ക്രോപ്പിംഗ് എന്നാൽ എന്ത്? റിലേ ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ടാമത്തെ കൃഷി നമ്മൾ ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ടാമത്തെ വിള കൃഷി ചെയ്യുന്നത്. ഈ എള്ളൊക്കെ അങ്ങനെ നടുന്നതാണ് കേട്ടോ. എള്ളൊക്കെ നിൽക്കുന്നത് കണ്ടോ അവിടെ എല്ലാം ടെസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? ഇനി അടുത്ത 2 എണ്ണം കൂടെ ഉണ്ട്. വിള പരിക്രമണം, അതായത് വിളപരിയം, ക്രോപ്പ് റൊട്ടേഷൻ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും തുടർച്ചയായി വ്യത്യസ്ത സസ്യകുടുംബത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നതിനെ വിളപരിക്രമണം അല്ലെങ്കിൽ വിളപരിയം, അതാണ് നമ്മൾ പഠിച്ചല്ലേ, വിളപരിയം എന്ന് പറയുന്നു. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വിളപരിക്രമണത്തിൻ്റെ പ്രധാന നേട്ടം. മണ്ണിൻ്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കളകൾ, കീടങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായ രീതിയാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ നെല്ലിന് ശേഷം നമ്മൾ പയർ നടുന്നത് അതിന് ഉദാഹരണമാണ് കേട്ടോ. നെല്ല് എടുത്തതിന് ശേഷം അവിടെ പയർ നടുന്നത് കേട്ടോ. ഇനി ബഹുനില കൃഷി അല്ലെങ്കിൽ മൾട്ടി സ്റ്റോർഡ് ക്രോപ്പിംഗ് അല്ലേ. വ്യത്യസ്ത ഉയരങ്ങളിൽ വളരുന്നതും വ്യത്യസ്ത ആഴത്തിൽ വേരോടുന്നതും ആവശ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായ വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനെ ബഹുനില കൃഷി എന്ന് പറയുന്നു. മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. ഉദാഹരണം, നമ്മൾ തെങ്ങ്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ഒരേ സമയം കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നത് ഉണ്ട്. ആ പടം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തെങ്ങ് നട്ടിട്ടുണ്ട്, അതിൻ്റെ തൊട്ട് മഞ്ഞളൊക്കെ നട്ടേക്കുന്നുണ്ടോ നിങ്ങളെ? മഞ്ഞൾ കണ്ടോ? ഇതൊക്കെ ഇതിന് ഉദാഹരണം. റട്ടൂൺ നമ്മൾ പറഞ്ഞതാണ്. ചീര, കരിമ്പും ഒക്കെ റട്ടൂൺ കൃഷിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പം 10 ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ, ബഹുവിള കൃഷി അതെ അല്ലേ, അവിടെ വരെയല്ലേ തന്നത്. 10 എണ്ണം തന്നിട്ടുണ്ടോ നിങ്ങളെ? റട്ടൂൺ കൃഷി വരെ തന്നിട്ടുണ്ട്. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഹൈപ്പും ഒക്കെ ചെയ്യുമോ നിങ്ങൾ കേട്ടോ. നമുക്ക് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ പാർട്ട് 2 ഇടാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.